ഗുരുവായൂർ നഗരസഭയ്ക്കു കീഴിലുള്ള ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിന്റെ ഉപയോഗം സംബന്ധിച്ച് കൗൺസിൽ യോഗത്തിൽ വീണ്ടും തർക്കവും വിവാദവും. നഗരസഭ ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നതിനെതിരെ UDF ബഹളം വെച്ച് ഇറങ്ങിപ്പോയി. BJP വിയോജിപ്പ് പ്രകടിപ്പിച്ചു. അമൃത് പദ്ധതി പ്രകാരം 3 കോടി രൂപ ചെലവിട്ട് ആധുനിക രീതിയിൽ പണിതതാണ് സ്കൂളിലെ കളിസ്ഥലം. അത് പരിപാലിക്കാനും ബൈലോ തയ്യാറാക്കാനുമുള്ള അജണ്ടയിലാണ് തർക്കമായത്. നിർമ്മാണം ഏറ്റെടുത്തിരുന്ന ഊരാളുങ്കൽ കമ്പനി സ്ഥലം നഗരസഭയ്ക്ക് കൈമാറാത്ത സാഹചര്യത്തിൽ ബൈലോ തയ്യാറാക്കാൻ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷം അഭിപ്രായപ്പെട്ടു. കളിസ്ഥലം ഭരണകക്ഷിയിൽപ്പെട്ടവരുടെ സംഘടനയായ GSIയുടെ നിയന്ത്രണത്തിലാക്കുന്നതിനെയും എതിർത്തു. വിദ്യാർത്ഥികൾക്കല്ലാതെ കളിസ്ഥലം ചില സംഘടനകൾക്ക് നൽകുന്നത് നിയമവിരുദ്ധമാണെന്ന് നഗരസഭാ സെക്രട്ടറിയുടെ കുറിപ്പും പ്രതിപക്ഷത്തിന് തുണയായി. ഗ്രൗണ്ട് നഗരസഭയ്ക്ക് കൈമാറിക്കിട്ടും വരെ അജണ്ട മാറ്റിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഇത് അംഗീകരിക്കാതിരുന്നതോടെ UDF അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി ചെയർപേഴ്സണെതിരെ മുദ്രാവാക്യം വിളിച്ച് ഇറങ്ങിപ്പോവുകയായിരുന്നു. BJP അംഗങ്ങളായ ശോഭാ ഹരിനാരായണനും കൃഷ്ണപ്രിയയും പ്രതിഷേധം അറിയിച്ചു. സംസ്ഥാന സർക്കാർ നഗരസഭയ്ക്ക് നൽകുന്ന വിഹിതം വെട്ടിക്കുറച്ചതിൽ പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള പദ്ധതിയെ അടക്കം ബാധിച്ചതായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാനി റെജി അടിയന്തര പ്രമേയത്തിൽ സൂചിപ്പിച്ചു. ഇതേ ചൊല്ലിയും ഏറെ നേരം കൗൺസിൽ യോഗത്തിൽ ബഹളമായി. ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു.